ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ആത്മസ്വരൂപരെ, രാമന്റെ അയനത്തിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മുടെ ചിന്തനീയ വിഷയം അയോധ്യയിലേക്കുള്ള യാത്ര. പ്രിയരെ, ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ വിഭീഷണന്റെ രാജ്യാഭിഷേകം ചെയ്തു. ഒരു ദിവസം ആഘോഷമായി ലങ്കയിൽ കഴിയാമെന്ന വിഭീഷണന്റെ ക്ഷണം നിരസിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, തന്റെ വനവാസകാലം കഴിയാൻ 2 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. തന്നെ പ്രതീക്ഷിച്ച് സോദരനായ ഭരതൻ ആദിയോടെ അയോധ്യയിൽ ഉണ്ട്. അവനെ കൂടാതെയുള്ള ഒരു ആഘോഷങ്ങളിലും ഞാൻ പങ്കെടുക്കില്ല. 14 സംവത്സരം തികയുന്ന ദിനം ഞാൻ അവിടെ എത്തിയില്ല എങ്കിൽ ഭരതൻ അഗ്നിയിൽ ചാടി ജീവനൊടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പകരമായി ഈ മർക്കടവീരന്മാരെ സൽക്കരിച്ചാലും എന്നെ പൂജിക്കുന്നതിന്റെ ഫലം അവരെ പൂജിച്ചാലും വരും. ഇത് കേട്ട വിഭീഷണൻ, അങ്ങേക്ക് പോകാൻ പുഷ്പക വിമാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വരുത്തുവാൻ ഭഗവാൻ പറഞ്ഞു. സീതാദേവിയോടും അനുജനോടും കൂടി ഭഗവാൻ അതിൽ കയറേറി. അവിടെയുണ്ടായിരുന്നവരോടെല്ലാം യാത്രയും ചൊല്ലി. അപ്പോൾ എല്ലാവർക്കും അയോധ്യയിൽ വരണമെന്ന് ആഗ്രഹം കൂടി നിന്നവർ പറഞ്ഞത് കേട്ടിട്ട് രാമൻ അനുവാദം നൽകി. അങ്ങനെ വിഭീഷണനും രാക്ഷസസേനയും കപിവരന്മാരും വിമാനമേറി. അവർ യാത്ര ആരംഭിച്ചു. ലങ്കയിലെ ഓരോ പ്രദേശവും കാട്ടിക്കൊണ്ട് അവിടെ നടന്ന യുദ്ധത്തെക്കുറിച്ച് ശ്രീരാമചന്ദ്രൻ സീതാദേവിക്ക് വിവരിച്ചു കൊടുത്തു. കിഷ്കിന്ധയ്ക്ക് മുകളിലെത്തിയപ്പോൾ രാമൻ സീതയെ ആ പ്രദേശം കാട്ടിക്കൊടുത്തു. അപ്പോൾ സീത തനിക്ക് താരയെയും മറ്റു വാനര സുന്ദരിമാരെയും കാണണമെന്നുള്ള താൽപര്യം അറിയിച്ചു. മാത്രമല്ല അവരെ കൂടി അയോധ്യയെ കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ടു. അതനുസരിച്ച് വിമാനം അവിടെ താഴ്ന്നു. തങ്ങളുടെ മാനിനിമാരെ കൂട്ടിക്കൊണ്ടുവരുവാൻ ശ്രീരാമചന്ദ്രൻ വാനന്മാരോട് പറഞ്ഞു. അവർ സന്തോഷത്തോടെ അവരവരുടെ ഭാര്യമാരെയും കൂട്ടിയെത്തി. എല്ലാവരെയും കയറ്റി വിമാനം വീണ്ടും ഉയർന്നു. പോകുന്ന വഴിയിൽ ഋഷിമുഖാചലവും പഞ്ചവടിയും ചിത്രകൂടവും ഗുഹന്റെ നാടും ഭരദ്വാജാശ്രമവും അവർ ആകാശവീക്ഷണം നടത്തി. ശ്രീരാമചന്ദ്രന്റെ ഇംഗിതമറിഞ്ഞ വിമാനം ഭരദ്വാജാശ്രമത്തിൽ താണു. മഹർഷിയെ ചെന്ന് കണ്ട് വന്ദിച്ച ശ്രീരാമചന്ദ്രൻ ഭരതന്റെ വിശേഷങ്ങൾ ആരാഞ്ഞു. മുനിയെല്ലാം വിശദമാക്കിയിട്ട് ഇന്നിവിടെ കഴിഞ്ഞിട്ട് നാളെ അയോധ്യയിലേക്ക് പോകാമെന്ന് അഭിപ്രായപ്പെട്ടു. അങ്ങനെ അവരെല്ലാവരും അന്നേ ദിവസം ആശ്രമത്തിൽ കഴിഞ്ഞു. അടുത്ത പ്രഭാതമായി. അന്നാണ് 14 സംവത്സരം തികയുന്നത്. ഹനുമാനെ രാമൻ ഭരതനെ കണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ പറഞ്ഞയച്ചു. അതുപോലെ തങ്ങളുടെ ആഗമവാർത്ത ഗുഹനെയും അറിയിക്കണം. ഹനുമാൻ രാമവൃത്താന്തം ഗുഹനോട് പറഞ്ഞ ശേഷം നേരെ നന്ദിഗ്രാമിൽ പോയി ഭരതശത്രുഘ്നന്മാരെ കാണുന്നു. രാമന്റെ ആഗമന വാർത്തയെ അറിയിക്കുന്നു. ഇത് കേട്ടിട്ട് സന്തോഷമൂർച്ചയിൽ ഭരതൻ വീണു. അല്പം കഴിഞ്ഞ് എഴുന്നേറ്റ് ഹനുമാനെ ഗാഢമായി ആലിംഗനം ചെയ്തു. ഭരതന്റെ ആവശ്യപ്രകാരം അതുവരെയുണ്ടായ സംഭവങ്ങളെല്ലാം ഹനുമാൻ ഭരതന് പറഞ്ഞുകൊടുത്തു. അതിനുശേഷം ചിത്രകൂടാചലത്തിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം അയോധ്യയിലുണ്ടായതെല്ലാം ഭരതനും ഹനുമാനോട് പറഞ്ഞു. ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കാനായി അയോധ്യ അലങ്കരിക്കാൻ ഭരതൻ ശത്രുഘ്നനെ ഏൽപ്പിച്ചു. സ്വീകരണത്തിന് വേണ്ട മറ്റെല്ലാ ഏർപ്പാടുകളും ശത്രുഘ്നൻ തയ്യാറാക്കി. ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ എത്താറായപ്പോൾ രാമപാദുകങ്ങൾ ശിരസിൽ വെച്ചുകൊണ്ട് ഭരതൻ നടന്നു. കൂടെ ശത്രുഘ്നനും. അപ്പോൾ ആകാശത്ത് പുഷ്പക വിമാനം കാണായി വന്നു. ബ്രഹ്മനിർമ്മിതമായ ആ പുഷ്പകത്തിലാണ് ഭഗവാനും പരിവാരങ്ങളും എഴുന്നള്ളതെന്ന് ഹനുമാൻ അറിയിച്ചു. ശ്രീരാമചന്ദ്രനെ കാണാൻ അയോധ്യയിലെ ജനാവലിയും അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് പുഷ്പകം അയോധ്യയിൽ ഇറങ്ങി. ഭരതശത്രുഘ്നന്മാർ ഓടിച്ചെന്ന് വിമാനത്തിലേറി രാമനെ സാഷ്ടാംഗം പ്രണാമം ചെയ്തു. അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് രാമൻ ഗാഢമായി ആലിംഗനം ചെയ്തു. ലക്ഷ്മണൻ ഭരതനെയും ശത്രുഘ്നൻ ലക്ഷ്മണനെയും പ്രണമിച്ചു. ഭരതശത്രുഘ്നന്മാർ സീതാദേവിയെയും പ്രണമിച്ചു. സുഗ്രീവനെ കാരുണ്യത്തോടെ ഉണർന്നുകൊണ്ട് ഭരതൻ,
അങ്ങ് ഇനി മുതൽ ഞങ്ങളുടെ 5ാമത്തെ സഹോദരനാണെന്ന് പറഞ്ഞു. തുടർന്ന് രാമലക്ഷ്മണന്മാരും സീതാദേവിയും മാതാക്കളെയും വന്ദിച്ചു. തന്റെ ശിരസിൽ ധരിച്ചിരുന്ന പാദുകങ്ങൾ ഭരതൻ രാമന്റെ പാദങ്ങളിൽ ചേർത്തു. അങ്ങയാൽ ദത്തമായ രാജ്യം ഞാനിതാ തിരിച്ചങ്ങയിൽ സമർപ്പിക്കുന്നു എന്ന് ഭരതൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. ഭണ്ഡാരങ്ങളൊക്കെ മുമ്പത്തേതിലും സമ്പന്നമാണെന്നും സൂചിപ്പിച്ചു. ഇനി രാമൻ തങ്ങളെ പാലിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഭരതൻ സ്തുതിച്ചു. അനന്തരം ശുഭമുഹൂർത്തത്തിൽ ദേവന്മാരുടെയും ഋഷിമാരുടെയും മനുഷ്യരുടെയും കപികുലത്തിന്റെയും രക്ഷോഗണത്തിന്റെയും സാന്നിധ്യത്തിൽ രാജോചിതമായി സുഗ്രീവനെ കൊണ്ട് ഭരതൻ ശ്രീരാമ പട്ടാഭിഷേകം നടത്തി. അയോധ്യാവാസികളും ലോകവും ആനന്ദസാഗരത്തിൽ ആറാടി. വിമാനത്തിൽ കൂടെ വന്നവർക്കെല്ലാം ആവോളം സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. സീതാദേവിക്കും ശ്രീരാമചന്ദ്രൻ മനോഹരമായ ഒരു രത്നമാല്യം കൊടുത്തു. സീതാദേവി അത് തന്റെ കണ്ടത്തിൽ നിന്നൂരി കയ്യിലെടുത്ത് ഭംഗി ആസ്വദിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാരെന്ന് വെച്ചാൽ അയാൾക്ക് കൊടുത്തുകൊള്ളൂ. സീതാദേവി ഉടനെ ഹനുമാനെ അരികിൽ വിളിച്ച് മാല ഹനുമാന് നൽകി. സസന്തോഷം ഹനുമാൻ അത് ഏറ്റുവാങ്ങി. അപ്പോൾ രാമൻ ഹനുമാനെ അരികിൽ വിളിച്ച് നിനക്ക് എന്ത് വരം വേണ്ടതെന്ന് ആവശ്യപ്പെട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ രാമനാമം ഉള്ളിടത്തോളം കാലം ജീവിക്കാൻ അനുവാദം തന്നാൽ മതിയെന്നാണ് ആവശ്യപ്പെട്ടത്. തനിക്ക് രാമനാമം കേട്ട് മതിയായിട്ടില്ല. അതുപ്രകാരം തന്റെ കഥയുള്ള നാളെല്ലാം നീ മുക്തനായി വാഴുക എന്നനുഗ്രഹിച്ചു. സന്തോഷത്തോടെ ഹനുമാൻ ഹിമാലയത്തിലേക്ക് തപസ്സിനായി യാത്രയായി. ഗുഹനും രാമൻ വേണ്ടത്ര സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. പിന്നീട് വാനരന്മാരും രക്ഷോവൃന്ദവും സസന്തോഷം തിരികെ പോയി. എല്ലാവിധ രാജഭോഗങ്ങളോടും കൂടി സീതാസമേതനായി അശ്വമേധവും മറ്റു യാഗങ്ങളും അനുഷ്ഠിച്ച് പ്രജകൾക്ക് സുഖവും ആനന്ദവും പ്രദാനം ചെയ്തുകൊണ്ട് ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ ഭരണമാരംഭിച്ചു. കോസലം വൈകുണ്ഠതുല്യമായി മാറി. സ്നേഹപൂർവ്വം രഞ്ജൻ കയനാടത്ത്.